വെൽക്കം ടു യൂട്യൂബ് ചാനൽ. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യും നമുക്ക് എങ്ങനെ VBSൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇതിൻ്റെ പുതിയ ചാനലാണ്, നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോകാം. അപ്പം ഞാനൊക്കെയാണെങ്കിൽ കൊച്ചിയിലാണ് എനിക്ക് VBSൻ്റെ സ്ലോട്ട് കിട്ടിയത്. കൊച്ചിയിലാണ് എനിക്ക് പോകാൻ എളുപ്പമായിരുന്നു. എനിക്ക് ഏജൻസി ആണെങ്കിൽ കൊച്ചിയിലെടുത്ത് തന്ന്. അപ്പം ലാറ്റ്വിയയ്ക്കുള്ള ഇതാണ് ഞാൻ വെച്ചത്. ലാറ്റ്വിയ കൺട്രിയിലോട്ട് പോകാനുള്ള വിസയാണ് ഞാൻ വെച്ചത്. ഈ ജൂലൈ രണ്ടാം തീയതി ആയിരുന്നു എനിക്ക് VBSന് സ്ലോട്ട് കിട്ടിയത്. അപ്പോൾ ഒരു മാസം മുന്നേ ആണെങ്കിൽ ഏജൻസി നമ്മളോട് പറയും. അപ്പം എന്നാ കിട്ടുന്നത്, എന്നാ സ്ലോട്ട് എടുക്കുന്നതിൻ്റെ ഒരു മാസം മുന്നേ നമ്മളോട് പറയും. അപ്പം അത് വെച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. അങ്ങനെ VBSൽ ഇപ്പം എൻ്റെ കൂടെ ഒരു 5 പേരുണ്ടായിരുന്നു. അപ്പോൾ 5 പേര് ഉണ്ടായിരുന്നു. അങ്ങനെ 2 ദിവസം, 2-ാം തീയതി 3-ാം തീയതി ഒക്കെ ആയിട്ടാണ് സബ്മിഷൻ നടന്നത്. 3-ാം തീയതി 5 പേരും 2-ാം തീയതി 5 പേരും. ഞാനാണെങ്കിൽ 2-ാം തീയതി ആയിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം അവിടെ ചെന്നപ്പോഴാണ് നമുക്കാണെങ്കിൽ പ്രീമിയം ഉണ്ട്, നോർമലും ഉണ്ട്. പ്രീമിയം എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യാൻ കുറേ ആൾ കാണും. ഒരു ഡോക്യുമെൻറ്റ് വേണ്ടി നമുക്ക് ഇങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. അവർ തന്നെ നമുക്കാണെങ്കിൽ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവരെടുത്ത് തരും. അതായത് കോപ്പി അല്ലെങ്കിൽ ഫോട്ടോ ആണെങ്കിൽ ഫോട്ടോ, അതെല്ലാം അവർ തന്നെ ചെയ്തു തരും. എനിക്കാണെങ്കിൽ 13,800 രൂപയാണ് പ്രീമിയം ആയത്. ഞാൻ പ്രീമിയമാണ് എടുത്തത്. നോർമലാണെങ്കിൽ ഒരു 9,000 8,000 രൂപയ്ക്കൊക്കെ നിൽക്കും. അപ്പോൾ എന്നോട് ഏജൻസി പറഞ്ഞതാണെങ്കിൽ പ്രീമിയം എടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ അതാണ് ഞാൻ പ്രീമിയം എടുത്തത്. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളൊരു 5 പേരും പ്രീമിയം എടുത്തത് പോയത്. അപ്പം VBSനെ കുറിച്ച് അറിയാത്തവരോടായി പറയുന്നത്, നമ്മളാണെങ്കിൽ കൊച്ചിയിൽ ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്ത്, ഇവരാണെങ്കിൽ ലാറ്റ്വിയയുടെ എംബസി വരുന്നത് ന്യൂഡൽഹിയിലാണ്. അപ്പോൾ ആണെങ്കിൽ അപ്പം ന്യൂഡൽഹിയിൽ ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം അവർ കൊറിയർ ചെയ്യും. ഇപ്പോൾ കൊറിയർ ചാർജ് ഉൾപ്പെടെയാണ് നമ്മളിത് മേടിക്കുന്നത്. അപ്പോൾ രണ്ടാഴ്ച കൂടുതൽ സമയം എടുക്കും നമുക്ക് ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വരാനായിട്ട്. ഞാനിപ്പോൾ 2 ആഴ്ചയായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എനിക്ക് ഇതുവരെ പാസ്പോർട്ട് വന്നിട്ടില്ല. അപ്പോൾ ഞാനത് വെയിറ്റ് ചെയ്യുകയാണ്. കൊച്ചിയിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിൽ കുറച്ച് ടെൻഷൻ അടിച്ചായിരുന്നു. അപ്പോൾ അവിടെ പോയിട്ട് എന്താ, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമെന്നുള്ള പേടി ഉണ്ടായിരുന്നു.